ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇൻവോയിസ് പരിധി എത്ര കോടിയാണ്? 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇൻവോയിസ് പരിധി എത്ര കോടി രൂപയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതി GSTയിലെ ഇൻവോയിസ് പരിധി. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി ഏത് രാജ്യമാണ്? ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. വിയറ്റ്നാം ആണ്. പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി വിയറ്റ്നാം ആണ്. വിയറ്റ്നാമിൽ നടന്നത് 2023 മിസ് എർത്ത് മത്സരമാണ്. കിരീടമണിഞ്ഞത് ധൃത സിരിയാണ്. അൽബേനിയക്കാരിയാണ് ധൃത സിരി. 2022 ആരായിരുന്നു? മിന സുയി ചോയി ആയിരുന്നു. ദക്ഷിണ കൊറിയക്കാരിയായിരുന്നു. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാടാണ്. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാടാണ്. നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ട് യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ന്യൂഡൽഹിയിലാണ്. യുഗിൻ ഭാരത് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് യുഗിൻ ഭാരത് മ്യൂസിയം. എവിടെ നടന്ന ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത്? എവിടെ നടന്ന ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത്? ബെർലിനാണ്. ബെർലിനിൽ നടന്ന ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയത്. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ശുഭയാത്ര. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത്? 2023 ഓഗസ്റ്റിൽ മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. അദ്ദേഹം ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. മിസോറാമിലാണ്. മിസോറാമിൻ്റെ ഗവർണറായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് രോഹിണി കമ്മീഷനാണ്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.